വീട്ടിലമ്മ അങ്ങനെയായിരുന്നു. അതെ, ആ ഒരു രീതിയിലായിരുന്നു ഞാനും അമ്മയൊക്കെ. പെട്ടെന്ന് പോയപ്പോഴത്തേക്കൊരു മാനസികമായിട്ട് ചെറിയ ഇതായി വിഷമവും. അതെ, എല്ലാവർക്കും അറിയാം ഇവിടെ ഉള്ള എല്ലാവരും. പിന്നെ എല്ലാവരും പെണ്ണുകളെ നിർബന്ധിക്കുന്നുണ്ട് കല്ലിന്. പിന്നെ നോക്കി പക്ഷെ ഒന്നും നടക്കണ്ടായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പള്ളിപ്പുറം CRP എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഇതേ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ ഇവിടെ കാണാൻ വന്ന വിനീഷിൻ്റെ ബ്രദറിൻ്റെ ഒരു വീഡിയോ വേറെ എടുത്തിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് ഇതാ വിനീഷിനെ കാണാനാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷം സുഖമല്ലേ? സുഖം. പണിക്ക് വേണ്ട ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല, വരാൻ പറ്റിയില്ല. ഒറ്റക്കുള്ള ജീവിതം അല്ലേ? അതെ അതെ. ഇന്നലെ ഇവിടെ വന്ന് നമ്മൾ ബ്രദറിൻ്റെ വീഡിയോ ഒന്ന് എടുത്തിരുന്നു കല്യാണത്തിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ അനിയനാണ്. അപ്പോൾ ഇവർ മൂപ്പര കാര്യമെല്ലാം ഇതിൽ പറഞ്ഞിട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വീട് കാര്യങ്ങളൊക്കെ സെയിം തന്നെ, രണ്ടാളുമാണ് ഇവിടെ വെക്കുന്നത്. പക്ഷേ നിങ്ങളങ്ങനെ ഇവിടെ ഉണ്ടാവാറില്ല അല്ലേ? അല്ല, ഞാൻ ഈ ഒരു മാസം ഉള്ളു ഇങ്ങനത്തെ. അത്യാവശ്യമായതുകൊണ്ട് അവിടെ നിന്ന് പണിയായി. അത് കഴിയുമ്പോൾ പിന്നെ ഇവിടെ തന്നെയാണ്, വീട്ടിൽ തന്നെ വരും. 5:30 ഒരു 6 മണിക്കകത്ത് ഇവിടെ വീട്ടിൽ വരും. ലൈറ്റൊന്നും ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ വരും. അല്ലെങ്കിൽ അപ്പുറത്ത് വലിയമ്മ ഇവിടെ വന്ന് ലൈറ്റ് ഇടും. ഞാൻ ഉള്ളപ്പോൾ ഇവിടെ അകത്തിട്ട് അല്ലെങ്കിൽ പുറത്തിട്ടിട്ട് ഞാൻ പോകും. അതെ. പിന്നെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ റോട്ടിൽ കയറിയിട്ട് പയ്യെ വരും. അതെ. അപ്പോൾ നിങ്ങൾ ടൈൽസിൻ്റെ പണിയാണ്? ടൈലിൻ്റെ പണിക്കാണ് പോകണം. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെയും പോക്കൊന്നുമില്ല വീട്ടിൽ. അതെ. പിന്നെ വല്ല പാട്ടും കേട്ട് ഇവിടെ തന്നെ ഇരിക്കും. അല്ല വേറെ ഹോബി അതൊന്നുമില്ല. അതെ. പിന്നെ ഇപ്പോൾ കാണുമ്പോൾ അച്ഛൻ്റെ പെങ്ങളില്ലേ, അവിടെ നിന്ന് ചോറ് വെച്ചിട്ട് വിളിക്കും. അതെ. അപ്പോൾ നിങ്ങൾ എത്ര വയസ്സായി ഇപ്പോൾ? എനിക്ക് 43 വയസ്സായി. 43. ആദ്യ വിവാഹമാണോ? ആദ്യത്തെ. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഇങ്ങനെ നോക്കിയതെല്ലാം പോകണതുകൊണ്ട് പിന്നെ ഒരു മടിയായിരുന്നു ഈ കല്യാണം. നോക്കിയത് എങ്ങനെ പോകുന്നത്? അത് എൻഗേജ്മെൻറ്റെല്ലാം കഴിഞ്ഞതാണ്. അപ്പോൾ അത് വേറൊരാളുമായിട്ട് എന്താ അവർക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ അങ്ങനെ അങ്ങ് പോയതുകൊണ്ട് നമ്മൾ പിന്നെ അതിലോട്ട് വലിയ താല്പര്യം കാണിച്ചില്ല. എൻഗേജ്മെൻറ്റ് മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ശരിക്കും ആൾക്കാരൊക്കെ പോയിട്ട് നല്ലൊരു ഇതൊക്കെ കല്യാണം പോലെ ആയിരുന്നു. ശരിക്കും ഉണ്ടായിരുന്നു, എല്ലാം പോയി. പിന്നെ അത് പോയതുകൊണ്ട് പിന്നെ ഒരു മടിയായിരുന്നു. പിന്നെ അങ്ങനെ പെണ്ണ് നോക്കാൻ വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. അങ്ങനെ അമ്മയുള്ള സമയമായിരുന്നു. ഇപ്പം അമ്മ പോയപ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ട് ഇപ്പം. കാരണം ഒന്നും വയ്ക്കാനും നമ്മളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ മുടങ്ങി. അതാണ് പക്ഷേ അമ്മയുള്ളപ്പോൾ ഒന്നും പേടിക്കണ്ടായിരുന്നു. ഇപ്പം ചേട്ടൻ്റെ കാര്യമായിരുന്നല്ലേ ഒന്നും ആ കാര്യത്തിലാണ്. ഇപ്പം സഹോദരി ഇവിടെ ഇല്ലാത്തതിൻ്റെ ഒരു അതുകൊണ്ടായി കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾ 3 മക്കളാണല്ലേ? നമ്മൾ 3 പേരാണ്. 3 പേര്. സഹോദരി ഇപ്പോൾ അങ്കമാലിയിൽ താമസാക്കിയ ശേഷം ഇവിടെ 5 കൊല്ലമായി. അതെ. അപ്പോൾ പിന്നെ വിനീഷ് ഭായിക്ക് വേറെ സ്ഥലവും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ട് അല്ലേ? അതുണ്ടോ? വേറെ ഉണ്ട്. അത് നമുക്ക് ചേട്ടനും അതിൽ 3 ഉണ്ട്, എനിക്കുണ്ട് 3. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് പെങ്ങളുടെ പേരിലുള്ള വീടാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ബാക്കി പേഴ്സണൽ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് വലിയ നമ്പർ കൊടുക്കുന്നുണ്ട്. പുള്ളിനെ വിളിച്ച് ഡയറക്റ്റ് ചോദിച്ചാൽ മതി. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ പറ്റുമോ? നിങ്ങൾക്കിപ്പോൾ 43 ആയതല്ലേ? ഒരു 40 വരെയൊക്കെ പറ്റൂലേ? കുഴപ്പമില്ല. നമുക്ക് എത്ര വയസ്സില്ല. പിന്നെ അതെ ഒരുപാട്. അതെ. ഭർത്താവ് മരിച്ചതോ ഡിവോഴ്സ് ആയതോ ഒക്കെ നമുക്ക് സ്വീകരിച്ചൂടെ? പിള്ളേരൊന്നും ഇല്ലാത്തതാണ് കുഴപ്പമില്ല. നമുക്ക് പിള്ളേർ ബാധ്യത ഇല്ലാത്ത ആളായിരിക്കണം. കാരണം ഉത്തരവാദിത്തമുള്ള ആളായിരിക്കും. ഇത്രയേ ഉള്ളൂ. അതെ. വീട്ടിൽ എപ്പോഴും ഒരു ഇത് വേണം, നോക്കാനും എടുക്കാനും. നമുക്ക് ദൂരമൊന്നും പ്രശ്നമില്ലല്ലോ. ഇവിടെ ഞാൻ തിരുവനന്തപുരം, എനിക്ക് ഇങ്ങോട്ട് വലിയ താല്പര്യമില്ല. ഞാൻ അങ്ങോട്ട് സഹോദരി അങ്ങോട്ടാണ്. അപ്പം അങ്ങോട്ട് എവിടെയെങ്കിലും ദൂരോട്ട് തന്നെ എനിക്ക് വരാനും പോകാനൊക്കെ. അപ്പം അവിടെ ഇറങ്ങാൻ പറ്റും. എറണാകുളം ജില്ല, തൃശ്ശൂർ ജില്ല അങ്ങോട്ടൊക്കെ അല്ലേ? അപ്പോൾ ദൂരമൊന്നും പ്രശ്നമില്ല. അപ്പോൾ തിരുവനന്തപുരത്തിനെക്കാട്ടും കുറച്ച് ദൂരത്തോട്ടാണ് നോക്കുന്നതാണ് പറഞ്ഞല്ലേ? ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവർ ചിലർക്ക് താല്പര്യം കാണില്ല. നമ്മളിവിടെ നിന്ന് കുറേ കാലം കഴിഞ്ഞ് ഒരുപാട് ഇവിടെയൊക്കെ പോകും. മൊത്തം നമ്മൾ കൊടുക്കും. അവിടെ നിന്ന് ഇങ്ങേറ്റം വരെ നമ്മൾ മൊത്തത്തിൽ ഒരു ഇതാണ്, ഒരു വസ്തുവാണ്. ഫാമിലിയാണ് അല്ലേ? ഒരു ഇതാണ്. ഇപ്പോൾ ഇതിപ്പോൾ എൻ്റെ വീട്, വലിയമ്മയുടെ വീട്, മേളിലിരിക്കുന്ന ചിറ്റപ്പ വീട് വെച്ച് മാറി ഇവിടെ നിന്ന്. മേളിൽ കണ്ടത് നമ്മളെ എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ വീട്. മൊത്തം നമ്മളെ വസ്തു കട്ടകട്ടായിട്ട് കൊടുത്തത്. പിന്നെ നമ്മളിത് പൈസ കൊടുത്ത് മേടിച്ച വസ്തുവാണ്. എൻ്റെ അച്ഛൻ ഫാദറിൻ്റെ ഒരു അമ്മയുടെ അച്ഛൻ വില കൊടുത്ത് വാങ്ങിച്ച വസ്തുവാണ്. അമ്മ ജീവിച്ചിരിക്കുക തന്നെ നമ്മൾ 6 സെൻറ്റ് വസ്തു വേറെ വാങ്ങിച്ചായിരുന്നു. വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ടൊരു പേടിയില്ല. അതെ. അത് കുഴപ്പമില്ല. ആദ്യമായിട്ട് നമ്മളിപ്പോൾ കല്യാണത്തിൻ്റെ കാര്യങ്ങളും അന്നും പ്രശ്നമില്ല. ബാക്കിയല്ലോ ആളുകൾ വിളിക്കൂ. അപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഡെയിലി പണി ഉണ്ടാവാറുണ്ട് അല്ലേ? ടൈലിൻ്റെ വർക്ക് മാത്രമാണോ നിങ്ങൾ ചെയ്യൽ? ഞാൻ കൂടുതലും പോണത് അതിനാണ്. പിന്നെ ഞാൻ ഗൾഫിലൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് തട്ടിൻ്റെ കമ്പനി ഞാൻ ഇപ്പോൾ പോകാറില്ല. ഞാൻ കൂടുതലും ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന ടൈലിൻ്റെ പണിക്ക്. ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നോ? പോയിട്ടുണ്ട്. ഞാൻ 5 കൊല്ലം അവിടെ പോയിട്ടുണ്ട്. എവിടെ? മസ്കറ്റ്. അത് ശരി.
അപ്പോൾ അവിടെ നിന്ന് പഠിച്ച കുറേ പണികളുണ്ട്, കമ്പിപ്പണി, തട്ടിൻ്റെ പണി. ഇവിടെ പിന്നെ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ 16 കൊല്ലമായി ഇപ്പോൾ ടൈലിൻ്റെ പണിക്കാനായിട്ട്. ഓ അത് ശരി. 16 കൊല്ലം. ഞാൻ വന്നിട്ട് തന്നെ 2009 വന്നത്. അതിനുശേഷം പിന്നെ ഞാൻ ടൈലിൻ്റെ പണിക്ക് ഇറങ്ങിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു 40 വയസ്സ് വരെയുള്ള മക്കൾ ബാധ്യത ഇല്ലാത്ത, ഡിവോഴ്സ് ആയത്, ഭർത്താവ് മരിച്ചതൊക്കെ നമുക്ക് സ്വീകരിക്കാം. ദൂരമൊന്നും പ്രശ്നമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യും. പിന്നെ വിനീഷ് ഭായിൻ്റെ വീട് കാര്യങ്ങൾ ഒക്കെ കാണുമ്പോൾ പിന്നെ നിങ്ങൾ ആലോചന വരാതെ ഇരിക്കുകയോ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവരുത്. ഇവിടെ ഒരു പെണ്ണില്ലാത്തതിൻ്റെ പേരിലുള്ള കാര്യങ്ങളാണ്. കല്യാണത്തിനൊക്കെ വീടൊക്കെ ഒന്ന് സെറ്റാക്കണം അല്ലേ. അതല്ലാണ്ട് പിന്നെ നിങ്ങൾ വേറെ സ്റ്റേ ഇവിടെ തന്നെയല്ലേ ഉണ്ടാവുക താമസമൊക്കെ? വേറെ എവിടെയില്ല. അതെ, ജനിച്ച് വളർന്നത് ഇത്ര വർഷം കൊണ്ട് ഇവിടെ തന്നെ. വേറെ അതെ, ഇവിടെ കുറച്ച് ഇവർ രണ്ടാളും തന്നെയല്ലേ ഉള്ളൂ. ഒരു സ്ത്രീ ഇല്ലാത്ത വീട് എന്ന് പറയുമ്പോൾ ഇവർ രാവിലെ പണിക്ക് പോകും, പിന്നെ രാത്രി എങ്ങാൻ കാര്യം വരും. അപ്പോൾ വീട് പിന്നെ കൊണ്ട് നടക്കുന്നതിലുള്ളൊരു വിഷയം കൊണ്ടാണ്. ഒരാൾ വരുമ്പോൾ അതൊക്കെ അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിലാവും. ഇനിയിപ്പോൾ ഏട്ടനും ഒരു കല്യാണാലോചനയൊക്കെ വരുമ്പോൾ രണ്ടാൾ വീട്ടിലേക്ക് കാര്യം വരുമ്പോൾ അവർ നല്ല രീതിയിലൊക്കെ അങ്ങനെ പോകും. അപ്പോൾ ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ്. അതൊരു ഭയങ്കര ഇടങ്ങാറ് ഉള്ള കാര്യം തന്നെയാണ്. ബാക്കി നിങ്ങൾ നല്ലപോലെ അന്വേഷിക്കുക. ഒരു കൂട്ടരും അന്വേഷിച്ചിട്ട് നല്ലൊരു വധു വരട്ടെ. നിങ്ങളും അന്വേഷിക്കണം കേട്ടോ. പലരുമാണ് വിളിക്കുക. അന്വേഷിച്ച് ചെയ്യണം. കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടാവില്ല. നല്ലപോലെ അന്വേഷിച്ച് ചെയ്യാം കേട്ടോ. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ വരാൻ പോകുന്ന കുട്ടീനെ പറ്റി? വേറെ ഒന്നുമില്ല. ഭയങ്കര പാവപ്പെട്ട നല്ല പിള്ളേരായിരിക്കണം, ഇത്രയേ ഉള്ളൂ. കാരണം വീട്ടിൽ ഉത്തരവാദിത്തമുള്ള ഒരാളായിരിക്കണം. അതേ ഉള്ളൂ. അതെ, നമ്മളെ വീട്ടിൽ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് വേറെ ശല്യങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല. അമ്മേരെ മറ്റേത് വിഷയങ്ങൾ അങ്ങനെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. നമ്മൾ മാത്രം വേറെ ആരും. അത് അമ്മ പോരൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിലും ഉണ്ടാവില്ല. അതെ, അമ്മ അതെ, അമ്മ വീട്ടിൽ അമ്മ അങ്ങനെയായിരുന്നു. അതെ, അമ്മ ആ ഒരു രീതിയിലായിരുന്നു. ഞാനും അമ്മയൊക്കെ പെട്ടെന്ന് പോയപ്പോഴത്തേക്ക് ഒരു മാനസികമായിട്ട് ചെറിയ ഇതായി വിഷമവും. അതെ, എല്ലാവർക്കും അറിയാം. ഇവിടെ എല്ലാവരും പിന്നെ എല്ലാവരും എന്നോട് നിർബന്ധിക്കുന്നുണ്ട് കല്ലിന്. പിന്നെ നോക്കായി നോക്കി പക്ഷെ ഒന്നും നടക്കണ്ടേ. നടക്കാതിരിക്കുമ്പോൾ പിന്നെ തീർച്ചയായും അതൊക്കെ നടക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളിത് വെറുതെ കണ്ടൊഴിവാക്കാണ്ട് നിങ്ങളുടെ കുടുംബത്തിലോ അറിവിലോ വിനീഷ് ഭായിക്ക് പറ്റിയൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവരിലേക്ക് ഇത് കണക്ട് ചെയ്യണം. ഒരുപാട് ആളുകളുണ്ട് ജീവിക്കാനൊരു വഴിയില്ലാണ്ട്, ഒരു വീടില്ലാണ്ട് അത്രയും ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് ചുറ്റും. നമ്മളവരെ കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയുള്ള ജീവിക്കാൻ വഴിമുട്ടി ഇനി എന്ത് എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ മൂപ്പരെ വിവാഹം ചെയ്ത ഒരു ജീവിതവും കാര്യങ്ങളൊക്കെയാണ് കിട്ടുക. ഇപ്പോൾ മൂപ്പര് ഒരുപാട് വർഷം ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളാണ്. അതേപോലെ വരുന്ന ഒരാളും അങ്ങനെയൊക്കെ ആകുമ്പോൾ കണക്ട് ചെയ്ത് അവർ നല്ല രീതിയിൽ ജീവിച്ചോളൂ. പിന്നെ അതുപോലെ ഭർത്താവ് മരിച്ചതും ഡിവോഴ്സ് ആയതും അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ കോൺടാക്ട് ചെയ്യും. ഇനിയിപ്പോൾ ആദ്യ വിവാഹം ഈ ഒരു ഏജിനിടയിൽ കിട്ടാൻ പാടുണ്ടാവും എന്നുള്ളത് കൊണ്ടാണ്. ഇനിയിപ്പോൾ ആദ്യ വിവാഹം എങ്ങാനുണ്ടെങ്കിൽ അതും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ബാക്കി കാര്യങ്ങൾ നിങ്ങളിവിടെ വന്ന് നല്ലപോലെ അന്വേഷിച്ചിട്ടും മുമ്പോട്ട് വരിക കേട്ടോ. അപ്പോൾ അത്രേ പറയാനുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ. നിങ്ങളെ ഹൈറ്റ് എത്രയെന്നും അറിയോ? 5.5 മിനിമം. ഒരു 5.5 അടിയൊക്കെ ഉണ്ടാവും അല്ലേ? അത് ഒരു 160, 162, 165 ഉള്ളിലുള്ളൊരു ഹൈറ്റ് കാര്യങ്ങളൊക്കെയാണ് ആൾക്കുള്ളത്. അപ്പോൾ ആയിക്കോട്ടെ, അത്രയേ ഉള്ളൂ. നമ്മൾ വീഡിയോ നിർത്താണ്. ബാക്കി നിങ്ങളിൽ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കുക, എന്നിട്ട് മുമ്പോട്ട് വാട്ടോ. ഓക്കെ, എത്രയും പെട്ടെന്ന് വിനീഷിൻ്റെ കല്യാണം റെഡി ആവട്ടെ.